ഹായ് ഫ്രണ്ട്സ്, PSC ബിഗിനേഴ്സിലേക്ക് അവർക്കും സ്വാഗതം. ഇന്ന് നമ്മുടെ ക്ലാസ് ഹിമാലയത്തിൻ്റെ പ്രാദേശിക വിഭജനമായിരുന്നു നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചിരുന്നത്, ജോഗ്രഫിയുടെ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചിരുന്നത്. പക്ഷേ നമ്മൾ ഒരെണ്ണം മാത്രമേ പഠിച്ചുള്ളൂ, പടിഞ്ഞാറൻ ഹിമാലയം മാത്രമാണ് പഠിച്ചത്. ഇനി നമുക്ക് മധ്യ ഹിമാലയമുണ്ട്, അതുപോലെ തന്നെ കിഴക്കൻ ഹിമാലയവുമുണ്ട്. പക്ഷെ അതിനു മുമ്പ് തന്നെ നമ്മൾ ഉത്തരപർവ്വത മേഖലയെ എങ്ങനെയൊക്കെ തിരിക്കാം എന്ന് പഠിച്ചിരുന്നു. ഉത്തരപർവ്വത മേഖലയെ ട്രാൻസ് ഹിമാലയം, ഹിമാലയം, കിഴക്കൻ കുന്നുകൾ എന്നിങ്ങനെ തിരിക്കാം. ട്രാൻസ് ഹിമാലയത്തിന് കരക്കോറം, ലഡാക്ക്, സസ്കർ എന്നായിട്ട് തിരിക്കാം. ഹിമാലയത്തിന് ഹിമാദ്രി, ഹിമാചൽ, സിവാലിക് നിരകളാക്കി തിരിക്കാം. ഈ ഹിമാലയം എങ്ങനെ ഫോം ചെയ്ത് എന്ന് നമ്മൾ പഠിച്ചിരുന്നു. ഹിമാലയം എന്ന് പറയുന്നത് മടക്കു പർവ്വതമാണ്. ദക്ഷിണ ധ്രുവത്തിലുള്ള ഇന്ത്യൻ ഓസ്ട്രേലിയൻ ഫലകം നോർത്ത് ഹെമിസ്ഫിയറിലെ ലൊറേഷ്യൻ ഫലകവുമായിട്ട് കൂടിച്ചേർന്നിട്ടാണ്, അവ തമ്മിൽ ഇടിച്ചിട്ടാണ് ആ ഒരു സമയത്ത് അടിയിലുള്ള സ്ഥിതിസമുദ്രം ഉയർന്നു പൊങ്ങി അങ്ങനെയുള്ള മടക്കായിട്ട് പർവ്വതം ഉണ്ടായതാണ് നമ്മുടെ ഹിമാലയം എന്ന് നമ്മൾ പഠിച്ചു. ഇങ്ങനെ ടെക്ടോണിക് ഫലകങ്ങളുടെ മൂവ്മെന്റ് നമ്മൾ എന്തൊക്കെയാണെന്ന് പഠിച്ചിരുന്നു. എന്തൊക്കെയാണ് സംയോജക സീമയുണ്ട്, വിയോജിക സീമയുണ്ട്, ഛേദക സീമയുണ്ട് എന്നൊക്കെ പഠിച്ചിരുന്നു. ഇനി നമുക്ക് ബാക്കിയുള്ള ഇതിലേക്ക് പോകാം. ജസ്റ്റ് ഒന്ന് ഓർമ്മിപ്പിക്കാൻ വേണ്ടി കഴിഞ്ഞ ക്ലാസ്സിന്റെ മെയിൻ കാര്യങ്ങൾ ഒന്നും കൂടി പറയുന്നുണ്ട്. ഒന്ന് ഗിരികന്ധരങ്ങൾ. ഗിരികന്ധരങ്ങൾ എന്ന് പറഞ്ഞാൽ എന്താണ്? ചെങ്കുത്തായ വശങ്ങളോട് കൂടിയ അതുപോലെ ആഴമേറിയതുമായിട്ടുള്ള താഴ്വരകളെയാണ് ഗിരികന്ധരങ്ങൾ എന്ന് പറയുന്നത്. ഇനി ഹിമാലയത്തിന്റെ പ്രാദേശിക വിഭജനം എന്ന് പറയുന്നത് ഒന്ന് പടിഞ്ഞാറ് ഹിമാലയം, മധ്യ ഹിമാലയം, കിഴക്കൻ ഹിമാലയം എന്നിങ്ങനെ മൂന്നായിട്ടാണ് തിരിച്ചിരിക്കുന്നത്. പടിഞ്ഞാറ് ഹിമാലയത്തിന് നമ്മൾ എന്ത് ചെയ്യും? കാശ്മീർ ഹിമാലയം, ഹിമാചൽ പ്രദേശിലെ ഹിമാചൽ ഹിമാലയം, അതുപോലെ ഉത്തരാഖണ്ഡിലെ ഉത്തരാഖണ്ഡ് ഹിമാലയം എന്നിങ്ങനെ മൂന്നായിട്ട് തിരിക്കാം. പടിഞ്ഞാറ് ഹിമാലയം ഏതൊക്കെ നദികൾക്ക് ഇടയിലുള്ളതാണ്? സിന്ധു നദിക്കും കാളി നദിക്കും ഇടയിലുള്ള പർവ്വത നിരയാണ് പടിഞ്ഞാറൻ ഹിമാലയം എന്ന് പറയുന്നത്. അതേസമയം മധ്യ ഹിമാലയം എന്ന് പറയുന്നത് കാളി നദിക്കും ടീസ്ത നദിക്കും ഇടയിലാണ്. കിഴക്കൻ ഹിമാലയം എന്ന് പറയുന്നത് ടീസ്ത നദിക്കും ബ്രഹ്മപുത്ര നദിക്കും ഇടയിലാണ്. ഞാൻ ഓൾറെഡി പറഞ്ഞിരുന്നു, പടിഞ്ഞാറൻ ഹിമാലയത്തെ എന്തൊക്കെ തിരിക്കാം? കാശ്മീർ ഹിമാലയം, ഹിമാചൽ ഹിമാലയം, ഉത്തരാഖണ്ഡ് ഹിമാലയം എന്നിങ്ങനെ തിരിക്കാം. കാശ്മീർ ഹിമാലയം എവിടെയാണ് വ്യാപിച്ചെടുക്കുന്നത്? ജമ്മു കാശ്മീർ, ലഡാക്ക് പ്രദേശത്തെ വ്യാപിച്ചെടുക്കുന്നുണ്ട്. ഇതിൽ ഉൾപ്പെടുന്ന പ്രധാന പർവ്വത നിരകൾ ഏതൊക്കെയാണ്? കാരക്കോറം, സസ്കർ, ലഡാക്ക്, പീർപാഞ്ചൽ എന്നിവയെല്ലാം ഇതിലെ പർവ്വത നിരകളാണ്. ലോകത്തിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ കൊടുമുടിയായ മൗണ്ട് കേറ്റു, അതേപോലെ ഇന്ത്യയിലെ ഏറ്റവും വലിയ കൊടുമുടിയായ മൗണ്ട് കേറ്റു, അതുപോലെ ഗോഡ്വിൻ ആസ്റ്റിൻ അല്ലെങ്കിൽ ചെഗോരി അല്ലെങ്കിൽ ലംബ പെഹർ എന്നൊക്കെ വിളിക്കപ്പെടുന്ന മൗണ്ട് കേറ്റു സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? കാശ്മീർ ഹിമാലയത്തിലാണ്. അവ സ്ഥിതി ചെയ്യുന്ന ഏത് നിരകളിലാണ്? കാരക്കോറം മലനിരകളിലാണ് നിലനിൽക്കുന്നത്. അടുത്തത് സിയാച്ചിൻ, ബൾട്ടർ തുടങ്ങിയ പ്രധാന ഹിമാനികൾ എവിടെയാണ്? സിയാച്ചിൻ എന്ന് പറയുന്നത് ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ ആർമി പോസ്റ്റ്, ഹെലിപാഡ്, യുദ്ധഭൂമി ഇതൊക്കെ സ്ഥിതി ചെയ്യുന്നതാണ് സിയാച്ചിനിലാണ്. സിന്ധു നദി, അതിന്റെ പോഷക നദികളുമായി രവി, ചലം, ചിനാബ് തുടങ്ങിയവ എന്ത് ചെയ്യും? അപ്പൊ സിന്ധു നദിയുടെ പോഷക നദികൾ ഏതൊക്കെയാണ്? രവി, ചലം, ചിനാബ്. പിന്നെ ബനിഹാൽ ചുരം എന്തൊക്കെയാണ് പഠിക്കാൻ? ബനിഹാൽ ചുരം എന്താണ്? പീർപാഞ്ചൽ പർവ്വതനിരയ്ക്ക് കുറുകെയുള്ള ചുരമാണ് ബനിഹാൽ ചുരം. അത് ജമ്മു പ്രദേശത്ത് കാശ്മീർ താഴ്വരയുമായിട്ട് ബന്ധിപ്പിക്കുന്നതാണ്. ലോകത്തിലെ ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന യുദ്ധഭൂമി എന്നാണ് ഇതിനെ വിശേഷിപ്പിക്കുന്നത്, സിയാച്ചിൻ ഹിമാനിയെ വിശേഷിപ്പിക്കുന്നത്. പിന്നെ ശുദ്ധജല തടാകങ്ങൾ ഏതൊക്കെയാണ്? ദാൽ തടാകമുണ്ട്. ദാൽ തടാകത്തിനടുത്ത് സ്ഥിതി ചെയ്യുന്ന പട്ടണമാണ് ശ്രീനഗർ പട്ടണം എന്ന് പറയുന്നത്. ചലം എന്ന നദിയുടെ അടുത്ത് സ്ഥിതി ചെയ്യുന്ന പട്ടണം ഏതാണെന്ന് ചോദിച്ചാൽ അതും ശ്രീനഗർ പട്ടണമാണ്, മറക്കരുത്. പിന്നെ ഗുൽമർഗ് എന്താണെന്ന് പഠിച്ചു. പർവ്വത ചെരിവുകളിൽ വേനൽക്കാലങ്ങളിൽ രൂപപ്പെടുന്ന പുൽമേടുകളാണ് മർഗുകൾ എന്ന് പറയുന്നത്. പ്രധാന മർഗുകളാണ് സോൺമർഗ്, ഗുൽമർഗ് എന്നിവ. ഇവ മഞ്ഞുകാലത്ത് മഞ്ഞ് മൂടപ്പെടും. അത് വിനോദസഞ്ചാരികൾ സ്കീയിങ്ങിനൊക്കെ ആയിട്ട് ഉപയോഗിക്കും. അടുത്തതാണ് ഹിമാചൽ ഹിമാലയം എന്ന് പറയുന്നത്. ഹിമാചൽ പ്രദേശ് സംസ്ഥാനം ഉൾപ്പെടുന്ന ഹിമാലയ ഭാഗമാണ് ഹിമാചൽ ഹിമാലയം എന്ന് പറയുന്നത്. ഈ പ്രദേശത്തെ പർവ്വത നിരകളാണ് ധൗളാധാർ, പീർപാഞ്ചൽ എന്നിവ. ഇവിടെയുള്ള ചന്ദ്രദാസ്, സൂരജ്താൽ എന്നിവ പ്രധാന ശുദ്ധജല തടാകങ്ങളാണ്. അതുപോലെ ഹിമാചൽ പ്രദേശിനെ ലഡാക്കുമായി ബന്ധിപ്പിക്കുന്ന ബാർ ലച്ചാലോ ചുരവും, അതുപോലെ കുളു താഴ്വരയെ ലാഹോർ, സ്പിതി എന്നീ താഴ്വരകളുമായി ബന്ധിപ്പിക്കുന്ന റോഹ്താങ് ചുരവും ഹിമാചൽ ഹിമാലയത്തിലെ പ്രധാന ചുരങ്ങളാണ്. അപ്പോൾ ഈ ചുരങ്ങളെക്കുറിച്ച് ഇതിന് കഴിച്ച് ഈ ക്ലാസ്സിൻ്റെ ലാസ്റ്റ് നമ്മൾ എന്തൊക്കെയാണ് പ്രധാനപ്പെട്ട ചുരങ്ങൾ, അവ എവിടെയൊക്കെ ബന്ധിപ്പിക്കുന്ന അവയുടെ സവിശേഷതകളും നമ്മൾ ഈ ക്ലാസ്സിൻ്റെ അവസാനം പഠിപ്പിക്കുന്നതായിരിക്കും. പിന്നെ ചൂട് നീരറവുകൾ എങ്ങനെയാണ് ഉണ്ടാകുന്നത് നമ്മൾ പഠിച്ചിരുന്നു. ഉത്തരാഖണ്ഡ് ഹിമാലയത്തെക്കുറിച്ച് പഠിച്ചിരുന്നു. ഉത്തരാഖണ്ഡ് ഹിമാലയത്തിൻ്റെ പടിഞ്ഞാറ് ഭാഗത്തെ ഗഡ്വാൾ ഹിമാലയം എന്നും കിഴക്കൻ ഹിമാലയത്തെ കുമോൺ ഹിമാലയം എന്നാണ് അറിയപ്പെടുന്നത്. നന്ദാദേവി, കാമെറ്റ്, ബദ്രിനാഥ്, കേദാർനാഥ് തുടങ്ങിയ ഉയരമേറിയ കൊടുമുടികൾ അവിടെ സ്ഥിതി ചെയ്യുന്നത് ഉത്തരാഖണ്ഡ് ഹിമാലയത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഗംഗ, യമുന എന്നീ നദികളുടെ ഉദ്ഭവസ്ഥാനമായ ഗംഗോത്രി, യമുനോത്രി തുടങ്ങിയ ഹിമാനികൾ, അതുപോലെ
നൈനിതാൽ, ഭീംതാൽ തുടങ്ങിയ ശുദ്ധജല തടാകങ്ങളും ഇവിടെയുണ്ട്. ഈ ഉത്തരാഖണ്ഡ് ഹിമാലയത്തിലുണ്ട്. ഇവയെല്ലാം ഇമ്പോർട്ടൻ്റ് ആണ്. അടുത്തത് ലെസർ ഹിമാലയത്തിനും സിവാലിക് മലനിരകൾക്കും ഇടയിൽ കാണപ്പെടുന്ന നിരപ്പായ താഴ്വരകളാണ് ഡൂണുകൾ. അതിലെ ഡെറാഡൂൺ, ഉത്തരാഖണ്ഡിലുള്ള ഡെറാഡൂൺ ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ ഉയർന്ന പർവ്വതചെരിവുകൾ കാണപ്പെടുന്ന വേനൽക്കാല പുൽമേടുകളാണ് ബുക്യാൽ എന്ന് പറയുന്നത്. ഇവിടെയുള്ള പർവ്വതച്ചെടികൾ കാണപ്പെടുന്ന വേനൽക്കാല പുൽമേടുകൾ എന്താ പറയുക? ബുക്യാൽ എന്നാ പറയുക. പ്രധാനപ്പെട്ട ബുക്യാലുകളാണ് ദയാറ ബുക്യാൽ, ഗോർസാൻ ബുക്യാൽ എന്നിവ. അടുത്ത ബുക്യാലും ഓട്ടിഡിയന്മാരും അതിനെക്കുറിച്ച് പറഞ്ഞിരുന്നു. ഈ ഒരു കാലിക ദേശാടനത്തിന് പറയുന്ന പേരാണ് ട്രാൻസ്ഹ്യൂമൻസ് എന്ന് പറയുന്നതിന്. ട്രാൻസ്ഹ്യൂമൻസ് വളർത്തു മൃഗങ്ങളോടൊപ്പം താഴ്വരകളിലേക്കും തിരികെ പർവ്വതങ്ങളിലെ പുൽമേടുകളിലേക്കുമുള്ള ഇടയന്മാരുടെ കാലിക ദേശാടനത്തിന് എന്താ പറയുക? ട്രാൻസ്ഹ്യൂമൻസ് എന്നാണ് പറയുക. ഇനി അടുത്താണ് നമ്മൾ പറയാൻ പോകുന്നത്. ഇന്ന് നമ്മൾ മധ്യ ഹിമാലയത്തെ കുറിച്ചാണ് പറയുന്നത്. മധ്യ ഹിമാലയം എന്ന് പറയുന്നത് കാളി നദി മുതൽ ടീസ്ത നദി വരെയുള്ള ഹിമാലയ പ്രദേശമാണ് മധ്യ ഹിമാലയം എന്ന് പറയുന്നത്. അപ്പോൾ ഈ ടീസ്ത നദി എന്ന് പറഞ്ഞു, ടീസ്ത നദി നമുക്ക് എല്ലാവർക്കും അറിയാം. ടീസ്ത നദിയാണ് ഏറ്റവും വേഗത്തിൽ ഓടുന്ന നദി എന്ന് പറയുന്നത്. ഇതിനെ മധ്യ ഹിമാലയത്തിന് നേപ്പാൾ ഹിമാലയം എന്നും വിളിക്കും. കാരണം മധ്യ ഹിമാലയത്തിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇവിടെ കാണുക, മധ്യ ഹിമാലയത്തിൽ നോക്കുകയാണെങ്കിൽ നമുക്ക് മെയിനായിട്ട് കാണപ്പെടുന്ന ഭാഗം എന്ന് പറയുന്നത് ഈ ഭാഗമാണ് മധ്യ ഹിമാലയം. ഈ മഞ്ഞയായിട്ടുള്ള ഭാഗമാണ് മധ്യ ഹിമാലയം എന്ന് പറയുന്നത്. അവിടെ മെയിനായിട്ട് നേപ്പാളാണുള്ളത്. നമ്മുടെ പോർഷൻ എന്ന് പറയുന്നത് സിക്കിം മാത്രമാണ് ഈ മധ്യ ഹിമാലയത്തിൽ നമുക്ക് വരുന്നത്. അപ്പോൾ മധ്യ ഹിമാലയത്തെക്കുറിച്ച് കൂടുതൽ പറയാനൊന്നുമില്ല. മധ്യ ഹിമാലയത്തിൽ പടിഞ്ഞാറൻ സിക്കിം, ഡാർജിലിംഗ് മാത്രമാണ് നമ്മുടെ ഇന്ത്യയിൽ ഉൾപ്പെടുന്നത്. ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയായ മൗണ്ട് എവറസ്റ്റ് സ്ഥിതി ചെയ്യുന്ന എവിടെയാണ്? നേപ്പാളിലാണ്. അത് ഈ മധ്യ ഹിമാലയത്തിലാണ് വരുന്നത്. കാഞ്ചൻജംഗ പർവ്വതം ഇന്ത്യ ചൈന അതിർത്തി സ്ഥിതി ചെയ്യുന്ന നാഥുല ചുരം ഈ പ്രദേശത്ത് സ്ഥിതി ചെയ്യുന്നു. അപ്പോൾ കാഞ്ചൻജംഗനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. കാഞ്ചൻജംഗ എന്ന് പറയുന്നത് തർക്കരഹിത ഇന്ത്യയിലെ ഏറ്റവും വലിയ പർവ്വതമാണ് കാഞ്ചൻജംഗ എന്ന് പറയുന്നത്. കാഞ്ചൻജംഗയിലുള്ള ദേശീയ ഉദ്യാനമാണ് കാഞ്ചൻജംഗ എന്ന് പറയുന്നത്. ഇത് സിക്കിമിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഏറ്റവും വലിയ മൂന്നാമത്തെ കൊടുമുടിയാണ് ഈ കാഞ്ചൻജംഗ എന്ന് പറയുന്നത്. കാഞ്ചൻജംഗയുടെ കിഴക്ക് ഭാഗത്തു കൂടെ ഒഴുകുന്ന നദിയാണ് എന്തെന്ന് പറയുന്നത്? ടീസ്റ്റ എന്ന് പറയുന്നത്. കാഞ്ചൻജംഗ എന്ന പദത്തിന്റെ അർത്ഥം എന്താണ്? 5 treasures of snow എന്നാണ് അറിയപ്പെടുന്നത്. അപ്പോൾ കാഞ്ചൻജംഗയെ കുറിച്ച് ഇത്രയാണ് പഠിക്കാനുള്ളത്. അടുത്തത് കൊതിച്ചൊഴുകുന്ന ടീസ്റ്റ നദി. അത് ഇതിന്റെ കിഴക്ക് ഭാഗത്തുകൂടി ഒഴുകുന്നത് കാഞ്ചൻജംഗ പർവ്വതത്തിന്റെ കിഴക്ക് ഭാഗത്തുകൂടി ഒഴുകുന്ന നദിയാണ് ടീസ്റ്റ നദി. അതിന്റെ നദീതീരത്തട്ടുകളും സിക്കിം ഹിമാലയത്തിന്റെ സവിശേഷതകളാണ്. ഇതിന്റെ അനുകൂല സാഹചര്യങ്ങൾ ഉള്ളത് കൊണ്ട് തന്നെ എന്ത് ചെയ്തു? ഇവിടെ തേയില കൃഷികളെല്ലാം ആരംഭിച്ചു. ഡാർജിലിംഗ് തേയില അന്താരാഷ്ട്ര തലത്തിൽ പ്രസിദ്ധമാണ്. ഇനി അടുത്താണ് കിഴക്കൻ ഹിമാലയം. പടിഞ്ഞാറൻ ഹിമാലയത്തെ അപേക്ഷിച്ച് ഉയരം കുറഞ്ഞ മലനിരകളാണ് കിഴക്കൻ ഹിമാലയം എന്ന് പറയുന്നത്. അത് ടീസ്റ്റ നദി മുതൽ ബ്രഹ്മപുത്ര നദി വരെയാണ് കാണപ്പെടുന്നത്. അസം ഹിമാലയം എന്നറിയപ്പെടുന്ന ഹിമാലയം കിഴക്കൻ ഹിമാലയമാണ്. ഈ മേഖലയിലെ പ്രധാന കൊടുമുടിയാണ് എന്ത് പറയുന്നത്? ഞംജബർവ എന്ന് പറയുന്നത്. ഞംജബർവ എന്ന് പറയുന്നത്. ഇവിടെയുള്ള പ്രധാന നദികളാണ് ബ്രഹ്മപുത്ര, കാമങ്, ലോഹിത്, സുബൻസിരി എന്നിവ. ഏതൊക്കെയാണ്? ബ്രഹ്മപുത്ര, കാമങ്, ലോഹിത്, സുബൻസിരി എന്നിവ ഇവിടുത്തെ പ്രധാന നദികളാണ്. അരുണാചൽ പ്രദേശിനെ ടിബറ്റിലെ ലാസുമായി ബന്ധിപ്പിക്കുന്ന ബോഡില, മ്യാൻമാറുമായി ബന്ധിപ്പിക്കുന്ന ദിഫു എന്നിവ പ്രധാന ചുരങ്ങളാണ്. അപ്പോൾ ഇത്രയുമാണ് കിഴക്കൻ ഹിമാലയത്തെ കുറിച്ച് പഠിക്കാനുള്ളത്. അപ്പോൾ ഹിമാലയത്തെ 3 തരംതിരിച്ചിരിക്കുന്നത് പ്രാദേശികമായിട്ടുള്ള വിഭജനമാണ്. ഇനി ഇതിൽ പിന്നെ പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ മധ്യ ഹിമാലയം നമ്മൾ പറഞ്ഞിരുന്നു. മധ്യ ഹിമാലയത്തിൽ നമ്മൾ നേപ്പാൾ ഹിമാലയം എന്നറിയപ്പെടുന്നു. ഇവിടെയുള്ള പ്രധാനപ്പെട്ട കൊടുമുടികൾ അതൊക്കെയാണ് എവറസ്റ്റും കാഞ്ചൻജംഗ പറഞ്ഞിരുന്നു. ഇനി കുമോൺ ഹിമാലയം എന്ന് പറയുന്നത് ഏതാണ്? ഉത്തരാഖണ്ഡ് ഹിമാലയത്തിന് നമ്മൾ എന്ത് ചെയ്യുക? പടിഞ്ഞാറ് ഭാഗത്തെ ഗഡ്വാൾ ഹിമാലയം എന്നും കിഴക്കൻ ഭാഗത്തെ കുമോൺ ഹിമാലയം എന്നും അറിയപ്പെടുന്നു. ഇനി പൂർവാചൽ കുന്നുകൾ. ബ്രഹ്മപുത്ര താഴ്വരയ്ക്ക് കിഴക്ക് എന്ത് ചെയ്യും? ഹിമാലയ പർവ്വതം വന്നിട്ട് വടക്ക് തെക്ക് ഭാഗത്തായിട്ടാണ് ഈ ക്രമീകരിച്ചിരിക്കുന്നത്. ഇത് ഉയരം കുറഞ്ഞ കുന്നുകളാണ്. അത് അരുണാചൽ പ്രദേശ് മുതൽ മിസോറാം വരെ ഉയരം കുറഞ്ഞ കുന്നുകളായിട്ടാണ് കാണപ്പെടുന്നത്. ഇവയാണ് പൂർവാചൽ കുന്നുകൾ എന്ന് പറയുന്നത്. പത്കായ്പും, നാഗക്കുന്ന്, മീസാക്കുന്ന്, മണിപ്പൂർ കുന്ന് ഇവയെല്ലാം ഇതിന് എക്സാമ്പിളാണ്. ചിറാപുഞ്ചി, മൗസിൻഡാം. ലോകത്തെ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന പ്രദേശങ്ങൾ എവിടെയാണുള്ളത്? ഈ ഖാസി കുന്നുകളാണുള്ളത്. ഈ ഖാസി കുന്നുകൾ എവിടെയാണുള്ളത്? അത് മേഘാലയയിലാണുള്ളത്. അരുണാചൽ പ്രദേശിലുള്ളതാണ് പത്കായ്പും, നാഗാലാൻഡിലുള്ളതാണ് നാഗ കുന്നുകൾ. മീസോ കുന്നുകൾ മിസോറാമിലാണ്. മണിപ്പൂർ കുന്നുകൾ മണിപ്പൂരിലാണ്. ഖാസി, ഗാരോ, ജയന്തിയ കുന്നുകൾ എവിടെയാണുള്ളത്? മേഘാലയയിലാണ് ഉള്ളത്. അരുണാചൽ പ്രദേശിലാണ് എന്തുള്ളത് പറഞ്ഞാൽ പത്കായ്പും കുന്നുകളുള്ളത് എന്ന് പറഞ്ഞു. അതുപോലെ ഡാഫ്ലോക്ക് കുന്നുകളുള്ളതും അരുണാചൽ പ്രദേശിലാണ്. അതെല്ലാം ഓർത്തു വയ്ക്കുക.
അപ്പോൾ പ്രധാനപ്പെട്ട ഈ പ്രാദേശിക വിഭജനം ഹിമാലയത്തിന്റെ പ്രാദേശിക വിഭജനം കഴിഞ്ഞു. ഇനി നമുക്ക് മെയിനായിട്ട് അറിയേണ്ട കുറച്ച് ചുരങ്ങളുണ്ട്. ഉത്തരപർവ്വത മേഖലയിലുള്ള പ്രധാന ചുരങ്ങളുണ്ട്. അവയെ നമുക്കൊന്ന് ഓടിച്ചു നോക്കാം. ഒന്ന് ഹൈബർ ചുരം. ഹൈബർ ചുരം എന്ന് പറഞ്ഞാൽ അഫ്ഗാനിസ്ഥാനിലെ കാബൂളും പാകിസ്ഥാനിലെ പെഷവാറുമായിട്ട് ബന്ധിപ്പിക്കുന്ന ചുരമാണ് ഹൈബർ ചുരം എന്ന് പറയുന്നത്. ഖൈബർ ചുരം എന്നാണ് അറിയപ്പെടുന്നത്. അപ്പോൾ ഖൈബർ ചുരത്തിന് പാകിസ്ഥാനിലെ പെഷവാറും അഫ്ഗാനിസ്ഥാനിലെ കാബൂളുമായി ബന്ധിപ്പിക്കുന്ന ചുരമാണ് ഖൈബർ ചുരം. ബോലാൻ ചുരം എന്ന് പറഞ്ഞാൽ പാകിസ്ഥാനെ ഇന്ത്യയുമായി ബന്ധിപ്പിക്കുന്ന ചുരമാണ് ബോലാൻ ചുരം. ഗേറ്റ് വേ ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്ന ചുരമാണ് ബോലാൻ ചുരം. അഗൽ ചുരം ലഡാക്കിനെ ചൈനയുടെ സിൻജിയാങ് പ്രവിശ്യയുമായി ബന്ധിപ്പിക്കുന്ന ചുരമാണ് അഗൽ ചുരം. ഗർത്തുങ്ല ചുരം ലേ പട്ടണത്തെ നുബ്ര താഴ്വരയുമായിട്ടും സിയാച്ചിനുമായി ബന്ധിപ്പിക്കുന്ന ചുരമാണ് ഗർത്തുങ്ല ചുരം. നുബ്ര ഷോക്ക് താഴ്വരകളുടെ കവാടം എന്നറിയപ്പെടുന്ന ചുരമാണ് ഗർത്തുങ്ല ചുരം. ഇനി ബനിഹാൽ ചുരം എന്താണ്? കാശ്മീർ താഴ്വര ഔട്ടർ ഹിമാലയമായിട്ടും അതുപോലെ അതായത് ജമ്മുവിനെ ശ്രീനഗറുമായി ബന്ധിപ്പിക്കുന്ന ചുരമാണ് ബനിഹാൽ ചുരം. ജവഹർ ടണൽ സ്ഥിതി ചെയ്യുന്ന സ്ഥലമാണ് ബനിഹാൽ ചുരം എന്ന് പറയുന്നത്. അപ്പോൾ ബനിഹാൽ ചുരം എവിടെയാണ്? ജമ്മുവിനെ ശ്രീനഗറുമായി ബന്ധിപ്പിക്കുന്ന ചുരമാണ് ബനിഹാൽ ചുരം. അതുപോലെ ഗാർത്തുങ്ല ചുരം എന്താണ്? ലേ പട്ടണത്തെ നുബ്ര താഴ്വരയുമായി ബന്ധിപ്പിക്കുന്ന ചുരമാണ് ഗാർത്തുങ്ല ചുരം എന്ന് പറയുന്നത്. സോജില ചുരം എന്ന് പറഞ്ഞാൽ ശ്രീനഗറിനെ ലേയുമായി ബന്ധിപ്പിക്കുന്ന ചുരമാണ് സോജില ചുരം. ഇവിടുത്തെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ NH1 സ്ഥിതി ചെയ്യുന്ന പോയിക്കൊണ്ടിരിക്കുന്ന ഒരു ചുരമാണ് സോജില ചുരം എന്ന് പറയുന്നത് ഒന്നാമത്തെ കാര്യം. പിന്നെ ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ ഹൈവേ ടണൽ പാത അതായതാണ് ശ്യാമപ്രസാദ് മുഖർജി ടണൽ എന്നാണ്. മുമ്പ് അതിന്റെ പേര് ചനാനി നസ്രി തുരങ്കപാതയായിരുന്നു. ടണൽ ഓഫ് ഹോപ്പ് എന്നറിയപ്പെടുന്ന തുരങ്കമാണ് ഈ ശ്യാമപ്രസാദ് മുഖർജി ടണൽ. അത് ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ ഹൈവേ ടണൽ പാതയാണ്. അത് സ്ഥിതി ചെയ്യുന്നത് സോജില ചുരത്തിലാണ്. അടുത്തത് ഷിപ്കില ചുരം. ഇന്ത്യയെ ചൈന ടിബറ്റ് എന്നിവയുമായി ബന്ധിപ്പിക്കുന്നു. അത് ഹിമാചൽ പ്രദേശിലാണുള്ളത്. ഇന്ത്യയെ ടിബറ്റുമായി ബന്ധിപ്പിക്കുന്ന അതായത് ചൈനയുമായി ബന്ധിപ്പിക്കുന്ന ചുരമാണ് ഷിപ്കില ചുരം. റോഹ്താങ് ചുരം എന്ന് പറയുന്നത് കുളു താഴ്വരയെ ലാഹോർ സ്പിതി താഴ്വരയുമായിട്ട് ബന്ധിപ്പിക്കുന്നു, അല്ലെങ്കിൽ ലാഹോർ സ്പിതി താഴ്വരയെ കുളുവുമായി ബന്ധിപ്പിക്കുന്നു. അടൽ ടണൽ അല്ലെങ്കിൽ റോഹ്താങ് ടണൽ ഉള്ളത് ഈ റോഹ്താങ് ചുരത്തിലാണ്. ഇനി നാഥുല ചുരം സിക്കിമിനെ ടിബറ്റുമായി ബന്ധിപ്പിക്കുന്നതാണ് നാഥുല ചുരം. സിൽക്ക് റൂട്ട് അല്ലെങ്കിൽ പട്ടുപാതയുടെ ബന്ധപ്പെട്ട ചുരമാണ് ഈ നാഥുല ചുരം എന്ന് പറയുന്നത്. അത് സിക്കിമിനെ ടിബറ്റുമായി ബന്ധിപ്പിക്കുന്നു. ബോഡില ചുരം അരുണാചൽ പ്രദേശിനെ ടിബറ്റുമായി ബന്ധിപ്പിക്കുന്നതാണ് ബോഡില ചുരം. അതിനെ ബുംലാങ് ചുരം എന്നും അറിയപ്പെടുന്നു. പിന്നെയുള്ളതാണ് ദിഹാങ് ചുരം. അരുണാചൽ പ്രദേശിലെ മാണ്ഡലിയുമായിട്ട് ബന്ധിപ്പിക്കുന്നതാണ് ദിഹാങ് ചുരം. ജലപ്ല ചുരം വന്നിട്ട് സിക്കിമിനെ ലാസിയുമായിട്ട് ബന്ധിപ്പിക്കുന്നതാണ് ജലപ്ല ചുരം. നാഥുല ചുരം ഓൾറെഡി പറഞ്ഞിരുന്നു, സിക്കിമിനെ ടിബറ്റുമായി ബന്ധിപ്പിക്കുന്നതാണ് നാഥുല ചുരം എന്ന് പറയുന്നത്. മനച്ചുരം എന്ന് പറയുന്നത് ഉത്തരാഖണ്ഡിനെ ടിബറ്റുമായി ബന്ധിപ്പിക്കുന്നതാണ് മനച്ചുരം എന്ന് പറയുന്നത്. ബാരലച്ചാലോ ചുരം അത് വന്നിട്ട് ഹിമാചൽ പ്രദേശിനെ ലേയുമായിട്ട് ബന്ധിപ്പിക്കുന്നതാണ് ബാരലച്ചാലോ ചുരം. കാരക്കോറം എന്ന് പറയുന്നത് ലഡാക്കിനെ ചൈനയുമായി ബന്ധിപ്പിക്കുന്ന ചുരമാണ് കാരക്കോറം എന്ന് പറയുന്നത്. അപ്പോൾ ഇതാണ് ഇന്നത്തെ ക്ലാസ് എന്ന് പറയുന്നത്. അടുത്ത ക്ലാസ്സിൽ നമ്മൾ എന്ത് പഠിക്കും? നമ്മൾ ഉത്തരപർവ്വത മേഖല ഓൾറെഡി കഴിഞ്ഞു. ഇനി വടക്കൻ സമതലങ്ങളെയും ഉത്തരമഹാസമതലം ഇതിനെക്കുറിച്ചാണ് നമ്മൾ അടുത്ത ക്ലാസ്. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്